ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമുലൈസേഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൽ നിന്നുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്നുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അതായത് എങ്ങനെ ഒരു പ്രോബ്ലത്തെ ഫോർമുലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ തുടക്കത്തിലൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് മിനിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ. അതായത് ലീനിയർ പ്രോഗ്രാമിംഗിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഗോളുകളാണുള്ളത്. ഒന്ന് മിനിമൈസ് കോസ്റ്റ് അല്ലെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ്. ഇതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രോബ്ലം ആവാറുണ്ട്. ഒന്നെന്താണ്, എങ്ങനെ ഒരു തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച്, അതായത് പ്രോഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതും. അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ആയിട്ട് വരാറുള്ളത് എങ്ങനെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത് പറയും. അപ്പോൾ പ്രോഫിറ്റും കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ്, പ്രോഫിറ്റ് കിട്ടാനാണ്. നമുക്ക് രണ്ട് രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കും. കാരണം എങ്ങനെ വെച്ചാൽ, ഒന്നെന്താ, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൈസനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് അതിന് MRP കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് അത് നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എമൗണ്ടിൽ വരുന്ന ആ കാര്യങ്ങൾ, അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആ ഒരു കോസ്റ്റ് കുറച്ചാൽ, അത് മിനിമൈസ് ചെയ്താൽ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കിട്ടും. അതൊന്നല്ല ഇവിടെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തെ, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെ ഫോർമുലൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് വി ഫോർമുലേറ്റ് അവർ റിയൽ ലൈഫ് പ്രോബ്ലം ഇൻ ടു എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട 4 കോൺസെപ്റ്റ്സ് ആണുള്ളത്. ഒന്നെന്താണ്, ഡിസിഷൻ വേരിയബിൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്, കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റീവ് വാല്യൂസ്. ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിൾസ് ദാറ്റ് വിൽ ഡിസൈഡ് അവർ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ ഡിസൈഡ് ചെയ്യുന്ന എന്നാണ് ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും ബി എന്ന് പറയുന്ന, അതായത് ഡിസിഷൻ വേരിയബിൾ പറയുമ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ എയും ബിയും എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 50, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 25 ആണെങ്കിൽ, ഇതിന്റെ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ ടോട്ടൽ ആയിരിക്കും. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡ്യൂസിംഗ് ആണ് ഇതിന്റെ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിന്റെ എണ്ണമാണ് ഡിസിഷൻ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അതായത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, 75 ആണ്. എന്ത് ഇതിൽ ഈ 75 പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 75 എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസിഷൻ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കാറ്. രണ്ടാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടത്, അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ആ ഒരു കമ്പനിക്ക് എന്ത് വേണ്ടി വരും, നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് മിനിമൈസേഷൻ ആണ് ആവശ്യമെങ്കിൽ അതായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് ഡിസിഷൻസ്. അതായത് എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു കമ്പനിക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ആ വേണ്ടത് എന്താണ്, അതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് അതെന്താവാം, ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമൈസേഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം, മിനിമൈസേഷൻ. അപ്പം മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോസ്റ്റ് ആയിരിക്കും മിനിമൈസ് ചെയ്യുക. മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. പിന്നെ മൂന്നാമത് വരുന്നതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രെയിൻസ് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഓൺ ദ ഡിസിഷൻ വേരിയബിൾസ്. അതായത് നമ്മൾ ഡിസിഷൻ വേരിയബിൾ നമ്മൾ പറഞ്ഞു എന്ത്, അവിടെ എത്ര ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്, ഡിസിഷൻ വേരിയബിൾ പറയുന്നത്, ഡിസൈഡ്സ് അവർ ഔട്ട്പുട്ട്. അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത്ര സമയം വർക്ക് ചെയ്യുക എന്നുള്ള ആ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ലിമിറ്റേഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ആണ്. നോൺ നെഗറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ, ഫോർ ഓൾ ലീനിയർ പ്രോഗ്രാംസ് ദ ഡിസിഷൻ വേരിയബിൾ ഷുഡ് ഓൾവേസ് ടേക്ക് നോൺ നെഗറ്റീവ് വാല്യൂസ്.
അതായത് നമ്മൾ പറഞ്ഞ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ടോട്ടൽ എമൗണ്ട് ആണ്, ടോട്ടൽ ഔട്ട്പുട്ടിന്റെ എമൗണ്ട് ആണെന്ന് പറഞ്ഞു. ആ ഒരു ടോട്ടൽ ഔട്ട്പുട്ടിന്റെ എമൗണ്ട് ഒരിക്കലും എന്താവാനില്ല, നെഗറ്റീവ് വാല്യൂസ് ആവാൻ പാടില്ല. എപ്പോഴും എന്തായിരിക്കണം, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ. ഇത് രണ്ട് ആവുണ്ട്. നെഗറ്റീവ് വാല്യൂസ് ആവാൻ പാടില്ല എന്നുള്ളതാണ് നാലാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോവാം. അതായത് എ കമ്പനി മാനുഫാക്ചേഴ്സ് 2 types ഓഫ് പ്രൊഡക്ട്സ് P1 ആൻഡ് P2. ഈച്ച് പ്രൊഡക്ട്സ് യൂസസ് ലെഡ് ആൻഡ് മില്ലിംഗ് മെഷീൻ. അപ്പം ലെഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്. ഒന്ന് ഫസ്റ്റ് കാണുന്നത് ലെഡും അതുപോലെ തന്നെ മറ്റൊന്നാണ് മില്ലിംഗ് മെഷീനുമാണ്. ലെഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ടേണിംഗ് ഈസ് പെർഫോംഡ് ടു ജനറേറ്റ് എ സിലിണ്ടറിക്കൽ ഓർ കോണിക്കൽ സർഫേസ്. അപ്പോൾ ടേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ലെഡ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ മില്ലിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മില്ലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ മെഷീൻ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് ഓപ്പറേഷൻ ഈസ് കാൾഡ് ലെദ്. അപ്പോൾ ഇത് ആ ഒരു ലെദന്റെ ഒരു ചിത്രമാണ്, ലെദിന്റെ ചിത്രമാണ് കാണുന്നത്. ലെദ് പറയുന്ന ഒരു മെഷീന്റെ ചിത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ മില്ലിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ മില്ലിംഗ് മെഷീൻസ്. അതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. രണ്ടാമത് കാണുന്നതാണ്. ഒന്നാമത് കാണുന്നത് ലെദ് മെഷീനും മറ്റേതെന്താണ്, മില്ലിംഗ് മെഷീനും. അപ്പോൾ രണ്ട് മെഷീൻ, ഇത് ക്വസ്റ്റ്യനിലെ മെഷീൻ എന്താണ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നും എഴുതി പറയാം. അതായത് കമ്പനി മാനുഫാക്ചേഴ്സ്, കമ്പനി എന്ന് പറയുന്നത് ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ കമ്പനി എന്ന് ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി എന്ത് ചെയ്യുന്നു, P1 ആൻഡ് P2 എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. P1 അതുപോലെ തന്നെ P2 എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നു. ഈച്ച് പ്രൊഡക്റ്റ് യൂസസ് ലെഡ് ആൻഡ് മില്ലിംഗ് മെഷീൻ. അത് രണ്ടും നമ്മൾ പറഞ്ഞു, രണ്ട് മെഷീനാണ്, രണ്ടും യൂസ് ചെയ്യുന്നത്. ഈച്ച് പ്രോഡക്റ്റ് യൂസസ് ലെഡ് ആൻഡ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ രണ്ട് മെഷീനും യൂസ് ചെയ്തിട്ടാണ് P1 ഉം P2 എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ പേര് കൊടുത്തേക്കാം സൈഡിൽ, ലെഡ് ആൻഡ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഈ രണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് P1 ഉം P2 ഉം എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ദ പ്രോസസ്സിംഗ് നമ്മൾ ഈ രൂപത്തിൽ എഴുതി, ദ പ്രോസസ്സിംഗ് ടൈം പെർ യൂണിറ്റ് ഓഫ് P1, ദ പ്രോസസ്സിംഗ് ടൈം പെർ യൂണിറ്റ് ഓഫ് P1 ഓൺ ദ ലെഡ് ഈസ് 5 hours. അപ്പോൾ 5 hours ആണ് P1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 5 hours ആണ്. അത് എവിടെയാണ്, ലെഡിലായതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ 5 hours എന്നത് മാർക്ക്. ഇനി അടുത്തെന്താണ്, P1 ഓൺ ലെഡ് ഈസ് 5 hours ആൻഡ് ദ മില്ലിംഗ് മെഷീൻ ഈസ് 4 hours. മില്ലിംഗ് മെഷീൻ ഈസ് 4 hours. അപ്പോൾ മില്ലിംഗ് മെഷീൻ എന്താണ്, P1 പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന മില്ലിംഗ് മെഷീൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 hours ആണ്. 4 hours. അപ്പോൾ P1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ലെഡ് പറയുന്ന ഒരു മെഷീനും വേണം, അതുപോലെ മില്ലിംഗ് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് P1 പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അത് ലെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈം എടുക്കുന്ന 5 hours, മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും 4 hours. രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ടാണ് P1 പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ ദ പ്രോസസ്സിംഗ് ടൈം പെർ യൂണിറ്റ് ഓഫ് P2 ഓൺ ദ ലെഡ് ഈസ് 10 hours. അപ്പോൾ P2ന്റെ എന്തായിരിക്കും, ലെഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 hours ആയിരിക്കും വരും. അതുപോലെ തന്നെ ഓൺ ദ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ എന്തായിരിക്കും 4 hours ആണ്. അപ്പോൾ നമ്മളത് പറഞ്ഞത് മാക്സിമം നമ്പർ ഓഫ് ഹവേഴ്സ് അവൈലബിൾ പെർ വീക്ക് ഓൺ ദ ലെഡ് ആൻഡ് ദ മില്ലിംഗ് മെഷീൻസ് ആർ 60 hours. അപ്പോൾ അതിന്റെ അവൈലബിൾ ഹവേഴ്സ് പറയുകയാണെങ്കിൽ അവൈലബിൾ ഹവേഴ്സ് വരികയാണെങ്കിൽ എന്ന് പറയുന്നത് 60യും അതുപോലെ തന്നെ 40 hours ആണ്. ഇപ്പോൾ ലെഡിന്റെ എന്താണ്, പെർ വീക്കിൽ അതിന്റെ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് 60 hours അതുപോലെ തന്നെ അതിന്റെ മില്ലിംഗ് മെഷീന്റെ ഹവേഴ്സ് എന്ന് പറയുന്നത് 40 hours ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലുള്ളത് ഇതേപോലെ എഴുതി ഒരു ടേബിൾ രൂപത്തിലേക്ക് മാറ്റി എന്നതേ ഉള്ളൂ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യനോട് വായിച്ചു നോക്കാം. റെസ്പെക്റ്റീവ്ലി ആൾസോ ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് സെല്ലിംഗ് P1 ആൻഡ് P2 ആർ 6 and 8. അപ്പോൾ P1 എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, Rs 6 rupees ആണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ വരികയാണെങ്കിൽ P2ന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ Rs എന്താണ്, 8 rupees ആണ്. Rs 8 rupees. അപ്പോൾ 8 രൂപയും അതുപോലെ തന്നെ 6 രൂപയാണ് P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 6 രൂപയും അതുപോലെ തന്നെ P2ന്റെ 8 രൂപയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് കാണാനുള്ളത്, ഫോർമുലേറ്റ് എ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ ടു ഡിറ്റർമൈൻ ദ പ്രൊഡക്ഷൻ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് സച്ച് ആസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് മാക്സിമൈസ്ഡ്. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് ഈ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഈ ടേബിളിൽ കാണുന്ന ഡാറ്റാസ് ആണ്.
ഒന്നുകൂടി പറയുകയാണെങ്കിൽ P1 എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് P1ഉം P2 ആണെങ്കിൽ P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലെത്ത് എന്ന് പറയുന്ന മെഷീനും അതുപോലെ തന്നെ മില്ലിംഗ് മെഷീൻ രണ്ടുണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ലെത്ത് എന്ന് പറയുന്ന മെഷീൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 hours, മില്ലിംഗ് മെഷീൻ എടുക്കുന്ന അവേഴ്സ് 4 hours ആണ്. അതിന്റെ പ്രോഫിറ്റ് പെർ യൂണിറ്റ്, അതിന്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 രൂപ. അത് P2ന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ലെത്ത് എന്ന് പറയുന്ന മെഷീൻ 10 hours, മില്ലിംഗ് മെഷീൻ 4 hours എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 രൂപയുമാണ്. അതുപോലെ തന്നെ ലെത്ത് എന്ന് പറയുന്ന മെഷീൻ ഒരു ആഴ്ചയിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന അതിന്റെ ടോട്ടൽ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് 60 hours, മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ അത് 40 hours. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത്, നമുക്ക് ഇതിൽ തന്നിട്ടില്ല, ഡിസിഷൻ വേരിയബിൾസ് നമുക്ക് തന്നിട്ടില്ല. അതായത് എത്ര പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, സാധാരണ മാത്തമാറ്റിക്സിൽ എടുക്കുന്നത് പോലെ നമുക്ക് എന്താ പറയുക, x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് P1ഉം അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് P2. അതായത് x1 എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പറാണ്. x2 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് P2 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ട്സിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രോഫിറ്റ് ഫ്രം പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫ്രം പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പ്രോഫിറ്റ് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 രൂപയാണെങ്കിൽ നമുക്കെന്ത് പറയാം, 6 ഇൻറ്റു അതിന്റെ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന് 6 രൂപ കിട്ടുകയാണെങ്കിൽ x1 പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ഇൻറ്റു x1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 6x1 ആണ് P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ഫ്രം പ്രൊഡക്റ്റ് P2. അപ്പോൾ പ്രൊഡക്റ്റ് P2ന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് P2 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്താൽ നമുക്കൊന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 രൂപയാണെങ്കിൽ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ x2 എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എന്താണ് 8 ഇൻറ്റു x2, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 8x2 ആണ് എന്ത്, പ്രോഫിറ്റ് ഫ്രം പ്രൊഡക്റ്റ് P2. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഫ്രം പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്നത് എന്താണ് 6x1 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതായിരിക്കും, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6x1 പ്ലസ് 8x2. ഇതാണ് എന്ത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തരാം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് z എന്ന് പറയുന്നത്. z ഈക്വൽ ടു 6x1 പ്ലസ് 8x2. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു, കൺസ്ട്രെയിൻസിന്റെ കാര്യം പറഞ്ഞു. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഈ ഓരോ പ്രോഡക്റ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ലിമിറ്റേഷൻസ്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ അവൈലബിൾ ടൈം അല്ലെങ്കിൽ മാക്സിമം അവൈലബിൾ ടൈം ഓഫ് ഒരു മെഷീൻ എന്ന് പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ എന്ത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ വരികയാണെങ്കിൽ നമുക്ക് 2 മെഷീനാണുള്ളത്, ലെത്തും അതുപോലെ തന്നെ മില്ലിംഗ് മെഷീനും. ഈ ഒരു കേസിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ആദ്യം ലെത്ത് എന്ന് പറയുന്ന ആ ഒരു മെഷീന്റെ കൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം. അതായത് ലെത്ത് എന്ന് പറയുമ്പോൾ ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P1. അതായത് P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് എടുക്കാനുള്ള ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P1. അപ്പോൾ P1 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ കാണാം. P1 എന്ന് പറയുന്ന ആ ടൈം എന്ന് പറയുന്നത് 5 hours ആണ്. അതാണ് P1 എന്ന് ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P1. ഒരു പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാവുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്, 5 hours ആണെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു x1 എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പ്രൊഡക്ട്സ് P1 ആണെങ്കിൽ അപ്പോൾ x1 എന്ന് പറയുന്ന അത്രയും പ്രൊഡക്ട്സിനെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, x1 ഇൻറ്റു 5 ആയിരിക്കും. അതായത് എന്താണ് 5x1. അതുപോലെ തന്നെ ഇതേ സംഭവം തന്നെ പ്രൊഡക്റ്റ് P2ലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് P2ൽ ടൈം റിക്വയർഡ്, അതായത് ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P2 ആണെങ്കിൽ എന്തായിരിക്കും ടൈം എന്ന് പറയുന്നത്, P2 എന്ന് പറഞ്ഞാൽ ലെത്ത് പറഞ്ഞ മെഷീൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 hours ആണെങ്കിൽ x2 ആണ് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എങ്കിൽ 10x2 ആയിരിക്കും അതിന്റെ എന്ത് ടൈം റിക്വയർ ചെയ്യുന്നത്. അതായത് 5x1 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ട്സ് P1. ടോട്ടൽ ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ട്സ് P2 എന്ന് പറയുന്നത് എന്താണ് 10x2 ആണ്. അതായത് ലെത്ത് എന്ന് പറയുന്ന മെഷീനിൽ എടുക്കുന്ന സമയം. അപ്പോൾ മൊത്തം ടൈം ആ ലെത്ത് എന്ന് പറയുന്ന മെഷീനിൽ എടുക്കുന്ന ടോട്ടൽ ടൈം എന്തായിരിക്കും, ടോട്ടൽ ടൈം റിക്വയർഡ് ഈക്വൽ ടു എന്തായിരിക്കും, ഇത് പ്ലസ് ഇത് 5x1 പ്ലസ് 10x2 ആണെന്ന് ടോട്ടൽ ടൈം റിക്വയർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവൈലബിൾ ടൈം, അതായത് ഈ ഒരു
ലെഗ് എന്ന് പറയുന്ന മെഷീൻ വർക്ക് ചെയ്യാനെടുക്കും അവൈലബിൾ ടോട്ടൽ പെർ വീക്കിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 60 hours ആയതുകൊണ്ട് അതിനെ എന്തായിരിക്കും ആ രൂപത്തിൽ നമുക്ക് ജസ്റ്റ് ചെയ്തേക്കാം അവൈലബിൾ ടൈം ഈക്വൽ ടു എന്താണ് 60 hours ആണെങ്കിൽ അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം റിക്വയർ നമുക്ക് ഏത് രൂപത്തിലേക്ക് എഴുതാം 5x1 പ്ലസ് 10x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അതായത് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ രൂപത്തിലാണ് സിമ്പിൾ, ചെറിയ ഭാഗം ഇവിടെ ഇതിൻ്റെ ഇതാണ് ലെസ് ദാൻ 60-നെക്കാട്ടിലും. അതായത് ടോട്ടൽ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് 60 hours ആണ്. ഈ 60 hours-നെക്കാട്ടിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കൂടാൻ പറ്റില്ല. അതായത് ടോട്ടൽ ടൈം റിക്വയർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെക്കാട് ഈ ടോട്ടൽ ടൈം റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള സംഭവം ഇതെന്ത് ചെയ്യാൻ 60 hours-നെക്കാട്ടിൽ കൂടാൻ പറ്റാത്തത് കൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റ് എന്ന് പറയുന്ന മെഷീൻ്റെ കൺസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് 5x1 പ്ലസ് 10x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നുള്ളതാണ്. നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു മെഷീൻ എടുക്കുകയാണെങ്കിൽ അടുത്ത മെഷീൻ എന്ന് പറയുന്നത് മില്ലിംഗ് മെഷീനാണ്. ഇപ്പോൾ മില്ലിംഗ് മെഷീൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്റ്റ് P1 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന മില്ലിംഗ് മെഷീൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ് 4 hours ആണ്. അതെന്താണ് 4 hours ആണ് ആ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു x1 ആണ് അതിൻ്റെ നമ്പർ ആണ് എങ്കിൽ അപ്പോൾ അതിൻ്റെ ടൈം റിക്വയർഡ് എന്തായിരിക്കും ഫോർ പ്രോഡക്ട്സ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും 4x1 ആണ്. 4x1 ആണ്. മറ്റൊരു കേസിലേക്ക് വരാൻ ടൈം റിക്വയർഡ് ഫോർ ഇതെന്താണ് മില്ലിംഗ് മെഷീൻ്റെ ആ ഒരു കേസിലാണ് നമ്മൾ പറയുന്നത് ഫോർ പ്രൊഡക്റ്റ് P2 ആണ്. P2 എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഈ ടേബിളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. P2 എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വീണ്ടും 4 hours തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു ടോട്ടൽ ടൈം എടുക്കണം എന്ന് പറയുന്നത് എന്തായാലും 4x2 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അവൈലബിൾ അതുപോലെ തന്നെ അവൈലബിൾ പറഞ്ഞതിന് മുമ്പ് ടോട്ടൽ ടൈം റിക്വയർഡ് അതായത് ഈ P1 P2 പ്രൊഡ്യൂസ് ചെയ്യാൻ മില്ലിംഗ് മെഷീൻ എടുക്കുന്ന ടോട്ടൽ ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 4x1 പ്ലസ് 4x2 ആണെന്ന് അതിൻ്റെ ടോട്ടൽ ടൈം റിക്വയർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൈലബിൾ ടൈം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മെഷീൻ ആഴ്ചയിൽ വർക്ക് ചെയ്യാനുള്ള അവൈലബിൾ ടൈം തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി ടേബിളിലേക്ക് പോകും. അത് 40 hours ആണ് ഇതിൻ്റെ അവൈലബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആ ഒരു കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം 4x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഇതാണ് എന്താ അതിൻ്റെ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതായത് ഈ 40 hours ഉള്ളിൽ തന്നെ എന്തായിരിക്കണം നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അതിൻ്റെ എന്താണ് ഒരു ലിമിറ്റേഷൻസ് ആണ്, എന്താണ് കൺസ്ട്രെയിൻസ് ആണ് എന്ന് പറയാം. നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും കിട്ടി, അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രെയിൻസും കണ്ടി നമുക്ക് എന്ത് കാണേണ്ടത് ഈ x1ഉം x2 ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കാണാൻ. നമുക്ക് എങ്ങനെ എഴുതാം LPP ഈസ് ടു ഫൈൻഡ് x1 ആൻഡ് x2 വിച്ച് മാക്സിമൈസ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഓർമ്മ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കും മാക്സിമൈസ് ആണോ മിനിമൈസ് ഉള്ളത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും മാക്സിമൈസ് ആണ് തന്നിട്ടുള്ളത്. മാക്സിമൈസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു നമുക്ക് നേരത്തെ കിട്ടിയതാണ് 6x1 പ്ലസ് 8x2 സബ്ജക്ട് ടു അതിൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ് സബ്ജക്ട് ടു നമ്മൾ ഇതിൽ കൺസ്ട്രെയിൻസ് നമ്മൾ തായതും. അതായത് കൺസ്ട്രെയിൻസ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് 5x1 പ്ലസ് 10x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അതുപോലെ തന്നെ 4x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. ഇതേപോലെ എഴുതിയിട്ടാണ് 5x1 പ്ലസ് 10x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അതാണ് ഒരു ഒന്നാമത്തെ കൺസ്ട്രെയിൻ. ലെഗ് മില്ലിംഗ് മെഷീൻ്റെ ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. നേരത്തെ മില്ലിംഗ് മെഷീൻ്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ് 4x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. അതുപോലെ തന്നെ നമുക്കറിയാം x1ഉം അതുപോലെ തന്നെ x2 എന്തായിരിക്കണം ബോത്ത് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതൊരിക്കലും എന്താ പറ്റില്ല നെഗറ്റീവ് വാല്യൂ ആവാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾ x1ഉം x2 ആണ് വന്നിട്ടുള്ളത്. ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് x1 x2 ആണ്. കാരണം ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ആണ്. ഈ x1ഉം x2 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് LPP തന്നിട്ടുള്ള പ്രോബ്ലത്തെ ഈ ഒരു രൂപത്തിലേക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു, ബൈ.